നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 9/8/2025 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 1 രൂപയാണ് ഒട്ടുപാലിലും മറ്റും RSS 4ഉം 5ഉം കുറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണവില ഏറ്റവും ഉയരത്തിലും, ഈ കുരുമുളകും കൂടുന്നു. റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 203ഉം RSS 5 കിലോ 199ഉം ISNL 20 177ഉം ലാറ്റക്സ് 60% ഡിയാസിയം 140 രൂപ 55 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 203ഉം RSS 5 കിലോ 199ഉം ആണ്. ഈ കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 130ഉം 60% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 97 രൂപ 50 പൈസയുമാണ്. ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 191ഉം ലോട്ട് കിലോ 172 മുതൽ 177ആണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 195ഉം RSS 5 കിലോ 191ഉം ISNL 20 169 രൂപ 50 പൈസ മുതൽ 170 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ഡിയാസിയുള്ള ഒട്ടുപാൽ വ്യാപാരി വില 109 മുതൽ 118 ആണ് കിലോയുടെ പുറത്ത്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബറിൻ്റെ വില. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില നോക്കുമ്പോൾ RSS 4ഉം 5ഉം ഒട്ടുപാലും 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ISNL 20 50 പൈസയും കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് അനുകൂലമായ കാലാവസ്ഥയായതിനാൽ മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റു ചിലരാകട്ടെ ടാപ്പിംഗ് ചെയ്യാൻ ആവാതെ കിടക്കുകയാണ്, കാരണം തൊഴിലാളികളെ കിട്ടാത്തതുകൊണ്ട്. കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്. ഒരു പവൻ്റെ മുകളിൽ 560 രൂപയാണ് കൂടിയിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 470, ഒരു പവൻ 75,760. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,331, ഒരു പവൻ 82,648. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 98ഉം വെളിച്ചെണ്ണ ലിറ്ററിന് 480ഉം കൊക്കോ 350ഉം കച്ചോലം 400ഉം കൊപ്ര എടുത്തപിടി 234ഉം അടയ്ക്ക പുതിയത് 350ഉം പഴയത് 360ഉം കാഞ്ഞിരക്കുരു 1850ഉം കയർ ഇഴക്കയർ 10ഉം കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15ഉം ജാതിക്ക തൊണ്ടോട് കൂടി 250ഉം ഗ്രാമ്പു 775ഉം നാടൻ 880ഉം കുരുമുളക് പുതിയത് 660ഉം കുരുമുളക് ഗാർബിൾഡ് കിലോ 690ഉം കുരുമുളക് അൺഗാർബിൾഡ് കിലോ 670ഉം ചുക്ക് ബെസ്റ്റ് 250ഉം നെല്ല് 230ഉം മഞ്ഞൾ സ്ഥലം 155ഉമാണ്. അമേരിക്കയിലേക്ക് ഇന്ത്യ പ്രതിവർഷം നടത്തുന്നത് 7,630 കോടിയുടെ കയറ്റുമതിയാണ് റബ്ബർ ഉൽപ്പന്നങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ഇന്ത്യയുടെ റബ്ബർ ഉൽപ്പന്ന കയറ്റുമതിയെയും സാരമായി ബാധിച്ചേക്കുമെന്നാണ് ഭയക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചാൽ തന്നെ മതി, നമ്മുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ മറ്റും ആവശ്യമായ ടയറുകൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ ഇഷ്ടംപോലെ വണ്ടികളാണ് ഓടുന്നത്. ആ വണ്ടികൾക്കെല്ലാം ടയർ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. എങ്ങനെ ടയറുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കർഷകരെ സംരക്ഷിക്കുകയും ചെയ്യാം. റബ്ബർ കർഷകർക്ക് ഇനി നല്ല കാലം വരട്ടെ എന്ന് ആശംസിക്കുന്നതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.